വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എമ്പുരാൻ റിലീസിനെത്തുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഐമാക്സ് റിലീസായി എത്തുന്ന ചിത്രം മാർച്ച് 27 രാവിലെ 6 മണിക്കാണ് പ്രദർശനം ആരംഭിക്കുന്നത്. ഇന്ത്യയിലും ആഗോളതലത്തിലുമായാണ് എമ്പുരാന്റെ റിലീസ്. വിദേശ രാജ്യങ്ങളിലെ എമ്പുരാന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഓവർസീസിൽ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇന്നലെ ആരംഭിച്ച അഡ്വാൻസ് ബുക്കിംഗിൽ കേരളത്തിലും ആരാധകരുടെ തള്ളിക്കയറ്റമാണ്. അബ്രഹാം ഖുറേഷിയും സയ്യിദ് മസൂദും നിറഞ്ഞു നിൽക്കുന്ന ട്രെയിലറിൽ ചുവന്ന ഡ്രാഗൺ ചിഹ്നമുള്ള വസ്ത്രം ധരിച്ചയാൾ ആരാണെന്ന് തിരയുകയായിരുന്നു സോഷ്യൽ മീഡിയ. ഇതിന് കാരണം ഫഹദ് ഫാസിൽ ചിത്രത്തിൽ കാണുമെന്ന ആരാധകരുടെ പ്രതീക്ഷ തന്നെയാണ്. കഴിഞ്ഞ വർഷം നവംബർ 1 അണിയറ പ്രവർത്തകർ എമ്പുരാന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു. വെള്ള വസ്ത്രമിട്ട ഒരാൾ തിരിഞ്ഞു നിൽക്കുന്നതായിരുന്നു ആ പോസ്റ്റർ. അയാളുടെ പിന്നിൽ ഒരു ഡ്രാഗന്റെ ചിത്രവും ഉണ്ടായിരുന്നു. പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇത് ആരാകുമെന്ന ചർച്ചകൾ കനത്തിരുന്നു. എന്നാൽ ഫഹദ് ചിത്രത്തിലില്ല എന്ന് പൃഥ്വിരാജ് വ്യക്തമാക്കിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എമ്പുരാനിൽ ഫഹദ് ഫാസിൽ ഉണ്ടോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് അതേ ഫഹദുമുണ്ട്, ടോം ക്രൂസ്, റോബർട്ട് ഡി നിറോ എന്നിവരുമുണ്ട് എന്നാണ് പൃഥ്വിരാജ് മറുപടി പറഞ്ഞത്. വീണ്ടും അത് തിരുത്തിക്കൊണ്ട് ഫഹദ് ഫാസിൽ ചിത്രത്തിലില്ല എന്ന് പൃഥ്വിരാജ് പറഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.